ഇത് കടവല്ലൂർ ഗ്രാമം, തൃശ്ശൂർ ജില്ലയുടെ വടക്കേ അറ്റം. ഇതാണ് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്റ്റോപ്പ്. തൃശ്ശൂർ അല്ലെങ്കിൽ ഗുരുവായൂർ കുറ്റിപ്പുറം റോഡിൽ നിന്ന് 5 മിനിറ്റ് നടന്നാൽ ക്ഷേത്രമായി. പഞ്ചപ്രാകാരങ്ങളുള്ള ഈ മഹാക്ഷേത്രമാണ് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. വിഷ്ണു ലോകത്ത് നിന്ന് സാക്ഷാൽ മഹാവിഷ്ണുവിനാൽ ദശരഥനും ശേഷം ശ്രീരാമനും സിദ്ധിച്ച ഈ പുണ്യവിഗ്രഹം ശ്രീരാമൻ വിഭീഷണന് നൽകുകയും യുഗാനന്തരം വിഭീഷണൻ ഘടോൽക്കജന് നൽകുകയുമാണ് ഉണ്ടായത്. ഘടോൽക്കജനാണ് ശ്രീകൃഷ്ണ നിർദ്ദേശപ്രകാരം, അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ഈ വിഗ്രഹം അശോകവനമായിരുന്ന ഇവിടെ പശ്ചിമാഭിമുഖമായി പ്രതിഷ്ഠിക്കുന്നത്. കടവല്ലൂരിൻ്റെ പ്രസിദ്ധി നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നിന്ന് തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ചത് കടവല്ലൂർ അന്യോന്യം എന്ന വേദോപാസനയുടെ വേദി എന്ന നിലയ്ക്കാണ്. കേരളീയ വൈദിക പാരമ്പര്യത്തിൻ്റെ അനന്യമായ ആവിഷ്കാരമാണ് കടവല്ലൂർ അന്യോന്യം. പരമ്പരാഗത ശൈലിയിൽ ഋഗ്വേദം പഠിപ്പിക്കുന്ന 2 പാഠശാലകളാണ് കേരളത്തിലുള്ളത്. തൃശ്ശൂർ ബ്രഹ്മസ്വം മഠവും തിരുനാവായ ബ്രഹ്മസ്വം മഠവും. ഈ പാഠശാലകളിലെ വേദപണ്ഡിതർ അവരുടെ ഓർമ്മശക്തിയും ഉച്ചാരണ കൃത്യതയും വൈദിക ആലാപന മികവും പ്രദർശിപ്പിക്കുന്ന മത്സരമാണ് കടവല്ലൂർ അന്യോന്യം. സേതുബന്ധന സമയത്ത് വരുണനോട് കോപിച്ച ശ്രീരാമനെ 3 വേദങ്ങൾ ചൊല്ലി അഭീഷ്ടവരദായകനാക്കുന്ന നാളുകളാണ് അന്യോന്യ നാളുകൾ. അന്യോന്യ നാളുകളിൽ എത്തുന്ന ഓരോ ഭക്തനും സർവാഭീഷ്ടപ്രദായകനായ ശ്രീരാമനെ ഇവിടെ ദർശിക്കാനാവും. ഈ നാളുകളിലെ ശ്രീരാമ ദർശനം നിങ്ങൾക്കും സർവ അഭിലാഷങ്ങളും സാധിപ്പിക്കുന്നതാകും. വരൂ, കടവല്ലൂരിലേക്ക് അന്യോന്യ നാളുകളിലെ പുണ്യം അനുഭവിക്കൂ.